ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് അബുൽ അഅ്ല മൗദൂദി സിദ്ധാന്തിക്കുന്നുണ്ട്. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം? ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത്? ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുന്നതിൽ എന്താണ് പ്രശ്നം? ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ഒരു ആശയത്തിൽ എന്താണ് കുഴപ്പമുള്ളത് എന്നുള്ള രീതിയിലേക്കാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു മുതലാളി അവരുടെ പ്രവർത്തകർക്ക് മുന്നിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, സംഘടനകൾ പലതാകാം, ഇവരുടെ ആശയം ഒന്നാണെന്നുള്ളത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. 2022 പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ച സമയത്ത് കോടതിയിൽ NIA സമർപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നായിരുന്നു ആ 2047 ആകുന്ന സമയത്തിന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കോടതിക്ക് മുൻപാകെ നമ്മുടെ NIA കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ നടക്കം അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ PFIയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് തിഹാർ ജയിലിൽ ഇപ്പോഴും അവർക്ക് സുഖമായിട്ട് അവിടെ താമസിക്കാൻ കഴിയുന്നതും കോടതി ജാമ്യം കൊടുക്കാത്തതും ഇതുപോലെയുള്ള കലാപരിപാടികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊരു സംശയമില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളം ഭരിക്കുന്ന UDF എന്ന് പറയുന്ന മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി. അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയും ഇതിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങൾ കാണുന്ന സമയത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം TG മോഹൻദാസിനെ പോലെയുള്ള ആളെ വീട്ടിൽ വന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് ചങ്കൂറ്റം കാണിച്ച ആളുകൾ ആരെങ്കിലും ഇവിടെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ വർഗീയ വിഷം തുപ്പുന്ന, നമ്മുടെ രാജ്യത്തെ ഇതുപോലെ ഒരു മതരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ ഏത് രീതിയിലാണ് ഇവർക്കെതിരെ നടപടി എടുക്കാത്ത ഒരു സർക്കാരിനെ അല്ലെങ്കിൽ പോലീസിനെയൊക്കെ നമ്മൾ എങ്ങനെ കാണണം? അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിൽ വിഘടനവാദ പ്രവർത്തനം നടത്തുന്നത് ആരാണ്? ഇതുപോലെയുള്ള സംഘടനകളാണ്. നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഇതുപോലെയുള്ള ആളുകളാണ്. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തെ 2 ചെറുപ്പക്കാരെ ഗുജറാത്ത് ഹൈക്കോടതി തൂക്കിലേറ്റാൻ വേണ്ടി വിധിച്ചത്. 56 പേരുടെ മരണത്തിനിടയാക്കിയ 2008 അഹമ്മദാബാദ് സ്ഫോടന കേസിൽ ഷാദുലി എന്ന് പറയുന്ന ഈ 2 പേര് പ്രതികളായിരുന്നു. അതോടൊപ്പം തന്നെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ 3 പേരെയും തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഗുജറാത്ത് ഹൈക്കോടതി തീരുമാനമെടുത്തു. അപ്പോൾ അതിൽ ഏകദേശം ഒരു 10-30ഓളം പ്രതികളുണ്ട്. അതിൽ 3 പേരാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഏകദേശം 22ഓളം സ്ഫോടനങ്ങളാണ് 1 മണിക്കൂറിനിടയിൽ നടന്നത്. അതിൽ ആദ്യത്തെ സ്ഫോടനങ്ങളൊക്കെ നടന്നതിന് ശേഷം 2 സ്ഫോടനം നടത്താൻ വേണ്ടി ഇവന്മാര് ഒരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. അതിന്റെ അടിസ്ഥാനം എന്താണ്? 40 മിനിറ്റുകൾക്കകം ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ ആളുകളെയും കൊണ്ട് അവിടെയുള്ള ജനക്കൂട്ടം അടുത്തുള്ള സ്ഫോടനം നടന്നിട്ടുള്ള പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹോസ്പിറ്റലുകളിൽ ഇവരെത്തും. നാട്ടുകാരെല്ലാവരും എത്തും. അപ്പൊ ആ സമയത്ത് നാട്ടുകാരെത്തുമ്പോൾ എന്താണ് അവിടെ സ്ഫോടനം നടത്തുക. അപ്പൊ കൂടുതൽ ആളുകൾ മരണപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഇതായിരുന്നു ഇവന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ പറയുന്ന 3 വ്യക്തികൾ എങ്ങനെയാണ് തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടത്? അതിനെ ആസൂത്രണം ചെയ്താരാണ്? ഇവർ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നതാരാണ്? ആ വന്ന ആളുകളും അവരെ കൊണ്ടുവന്നതും ആ ആശയങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കാൻ പറ്റുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇതിൽ പ്രതികളായ അല്ലെങ്കിൽ ഇതിൽ ഇടപെട്ടുകൊണ്ട് നേരെ സ്ഫോടനം നടത്താൻ പോയ ആളുകളാണ് ജയിലിൽ കിടക്കുന്നത്, തൂക്കുമരം കാത്ത് കിടക്കുന്നത്. ബാക്കി എല്ലാവരും ഇവരെ ഈ ഒരു സംഘടനാ വർക്കിലേക്ക് കൊണ്ടുവന്ന എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഇതാണ് കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അടിവേരുകൾ ഉണ്ട് എന്ന് പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ എല്ലാവരും തന്നെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ദില്ലിയിൽ പോയി സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ ഉമർ ഖാലിദിനെ പോലെയുള്ള വിഘടനവാദികൾ, രാജ്യവിരുദ്ധർ അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ, ജിഹാദികൾ ഇവരെയൊക്കെ കോടതി മുഖേനയോ സർക്കാർ മുഖേനയോ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ആശയങ്ങളിലേക്ക് ഇവരെത്തിപ്പെടാനുള്ള കാരണം കൂടി മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജെൻസി വിഭാഗം 1997-നും 2013-നും ഇടയിൽ ജനിച്ച ആളുകളെയാണ് ഈ ജെൻസി കിഡ്സ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. എങ്ങനെ പോയാലും അവർക്ക് ഏകദേശം ഒരു
ഈ 18-നും 27-നും ഇടയിലുള്ള പ്രായമുള്ള ആളുകളാണ്. അപ്പൊ ഇവരെ വഴിതെറ്റിക്കുന്നതിനായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മുടെ രാഷ്ട്രത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള രീതിയിലേക്കെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഇതുപോലെയുള്ള ആളുകളെ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കെതിരെ നമ്മുടെ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? എന്ന് പറഞ്ഞതാണെങ്കിൽ ഇതുപോലെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ആരും പരാതി പോലും തന്നെ സ്വമേധയാ കേസ് എടുത്തുകൊണ്ട് ഇവരെയൊക്കെ ജയിലിൽ അടക്കാനുള്ള ഒരു കാഴ്ചപ്പാടും നിലപാടുകളും നമ്മുടെ സർക്കാരുകൾക്ക് ഉണ്ടാകണ്ടേ? ഇപ്പോ നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ ഒരു അവസ്ഥ, LDF സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചു. ഈ 10 വർഷത്തിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. സെപ്റ്റംബർ മാസം 2022-ലാണല്ലോ. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ, ബീഹാർ ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, മറ്റേത് സംസ്ഥാനത്താണെങ്കിലും അവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ NIA അറസ്റ്റ് ചെയ്യാൻ വന്നത് അവിടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ പോലീസിന്റെ സഹായത്താലാണ്. ഈ പോലീസിന്റെ സഹായം എന്ന് പറയുമ്പോൾ ഇവരെവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും അവർ നിൽക്കുന്ന പ്രദേശത്തെ പ്രശ്നബാധിത പ്രദേശമാണോ, അത് അവിടെ പോയി അറസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും മറ്റ് പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് പോലീസിനെ ഗ്രൗണ്ട് തലത്തിലുള്ള വിഷയങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും പോലീസിന്റെ നേതൃത്വത്തിലാണ് NIA പോയി ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. പക്ഷെ കേരളത്തിൽ മാത്രം NIAക്ക് നേരിട്ട് വന്ന് പോലീസിനെ പോലും അറിയിക്കാതെ വന്ന് ഇവിടെ ഈ ജിഹാദി ഗ്രൂപ്പുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നു. എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ ഉള്ളിൽ പോലും പച്ച പോലീസ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വരെ നടക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് വിഷയങ്ങൾ കാണുന്നത്. ഇടുക്കിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് RSSന്റെ പ്രവർത്തകരുടെ ഡീറ്റെയിൽസുകൾ കൈമാറിയതിന് സസ്പെൻഡ് ചെയ്ത് വരെ പുറത്താക്കേണ്ടി വന്ന അവസ്ഥയുള്ള ഒരു നാടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ജാഗ്രത എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനം. നമ്മുടെ കുട്ടികളാണെങ്കിലും അവരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകലും അവരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും നമ്മുടെ ദേശീയവാദ രാഷ്ട്ര താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന തരത്തിലേക്ക് പല രീതിയിലും ഇവരെ കൊണ്ടെത്തിക്കാനുള്ള മാർഗങ്ങൾ കാണുകയാണ്. ഈ ദില്ലി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള ഇവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഈ ഒരു മനോഭാവമുള്ള ആളുകളാണെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ അവരുടെ എല്ലാം ഫേസ്ബുക്ക് പോസ്റ്റുകളും ഓരോ മീഡിയകളിലെ വാർത്തകൾ വരുന്ന സമയത്ത് അതിനിടയിൽ വരുന്ന കമന്റുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വ്യക്തമാണ് നമ്മുടെ രാജ്യത്തെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ അടുത്ത് ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തെ ഒരു മതേതരത്വം അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും പിഴുതെറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുപോലെയുള്ള പ്രസംഗങ്ങളും മറ്റുള്ള കാര്യങ്ങളുമാണ്. ഈ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ പ്രവർത്തകരുടെ മാനസികാവസ്ഥ എന്താണ്? ഇവർ നമ്മുടെ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കാൻ, ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളായി മാറും? ഒരിക്കലുമില്ല. കാരണം ഇവരുടെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്ത് ആ ഒരു സമയത്ത് തല ആട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ആളുകളാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ മാറുന്നത്. അപ്പോൾ ഇവർ ഇപ്പോഴേ തന്നെ ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുമരുന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ, കേന്ദ്രത്തിന് മാത്രം ഉത്തരവാദിത്തമുള്ള കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ ഒരു മോദിയോ അമിത്ഷായോ യോഗി ആദിത്യനാഥ് പോലെയുള്ള ആളുകൾ മാത്രം ഇതുപോലുള്ള വിഷയങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ പോരല്ലോ. നമ്മുടെ നാട്ടിൽ ഭരിക്കുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ഇതുപോലുള്ള ഗ്രൂപ്പുകൾക്കെതിരെ കൃത്യമായിട്ട് നടപടിയെടുക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നടപടി എടുക്കണമെന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. വന്ദേ മാതരം.